ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓഡിയോ വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ്. പ്രോജക്റ്റ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ വെച്ചിട്ട് നമ്മൾ എൽ ഇ ഡിയെ ഓൺ ആൻഡ് ഓഫ് ആക്കുന്നതാണ്. നമ്മൾ അന്ന് ചെയ്തത് എന്തായിരുന്നു, ഒരു LED ബ്ലിങ്കിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു. രണ്ടാമെന്ന് വെച്ചാൽ ഒരു ബട്ടൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ട് നമ്മൾ LED ഓൺ ഓഫും ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാണ് ഇവൻ എന്തോ വട്ടം ഉണ്ടാവും, ഇവൻ എന്തിന് ഈ പ്രോജക്ട് ചെയ്യുന്നത്. നമുക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് സാധാരണ രീതിയിൽ തന്നെ കൊടുത്താൽ തന്നെ നമുക്കൊരു സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ബൾബ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും, നമ്മളെ LED ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ എന്തിന് ഇങ്ങനെ ഇത്രയും ഓർഡിനോയും ഈ വലിയ ഇലക്ട്രിക് സർക്യൂട്ടും പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തിന് കത്തിക്കുന്നു എല്ലാവർക്കും ഒരു സംശയം കാണും. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ചെറിയ പ്രോജക്റ്റുകൾ വെച്ചാണ് നമ്മൾ വലിയ പ്രോജക്റ്റിലേക്ക് ചെല്ലുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ചെറിയ പ്രോജക്റ്റുകളുടെയും പ്രോജക്റ്റുകളും കൂടെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ വലിയ പ്രോജക്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ വലിയ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ചെറുത് ബേസിൽ നിന്നാണ് പഠിച്ചു പോകുന്നത്. അപ്പോഴത്തേക്ക് ഓരോ ബേസ് പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്തിട്ട് വലിയതിലേക്ക് പോവാം. അതിനുവേണ്ടിയാണ് ഞാൻ ബേസ് പ്രോജക്റ്റ് ആയിട്ടുള്ള എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം വേണ്ടുള്ള നമ്മുടെ മെയിൻ കാര്യമാണ് ഓർഡിനോ ബോർഡ്. ഇത് നമുക്ക് വേണം. പിന്നെ നമുക്ക് ഞാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു LED ആണ്. നമ്മുടെ LED അല്ലേ ഓൺ ഓഫ് ചെയ്യേണ്ടുള്ളത്. ഇപ്പൊ LED ഞാൻ ഒരു യെല്ലോ LED ആണ് എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ കഴിഞ്ഞത് ഗ്രീനിലാണെന്ന് തോന്നുന്നു, ഗ്രീനോ ബ്ലൂ അങ്ങാണ്ടായിരുന്നു. അപ്പൊ നമുക്കിതിപ്പം മാറ്റി പിടിക്കാൻ യെല്ലോ LED ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, കത്തും എന്തോ നോക്കാം, പ്രൊജക്ട് ചെയ്യുമ്പോൾ നോക്കാം നമുക്ക്. പിന്നെ ബ്രെഡ് ബോർഡ്, നമ്മൾ ഇതിനകത്താണ് കണക്ഷൻസ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ബ്രെഡ് ബോർഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ജമ്പർ വയർ, മെയിൽ ടു മെയിൽ ജമ്പർ വയറാണ്. വലിയ സർക്യൂട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെയിൽ ടു മെയിൽ മതി. പിന്നെ വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡിനോ ബോർഡും കമ്പ്യൂട്ടറായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഈ വയർ വേണം, എന്തായാലും എടുത്ത് വെക്കണം. പിന്നെ അടുത്തുള്ള പുഷ് ബട്ടൺ ആണ്. പുഷ് ബട്ടൺ എന്ന് വെച്ചാൽ നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മള് കോളിംഗ് ബെല്ലില്ലേ, വീട്ടിലെ കോളിംഗ് ബെല്ല് എങ്ങനെയാണ്, ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുകയും കൈ എടുക്കുമ്പോഴത്തേക്ക് ഓഫ് ആവുകയും ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള ബട്ടൺ ആണ് പുഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് LED കത്തണം, കൈ എടുക്കുമ്പോഴത്തേക്ക് ഓഫ് ആവണം, ആ ഒരു രീതിയിലാണ്. പക്ഷെ എനിക്ക് പുഷ് ബട്ടൺ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ പുഷ് ബട്ടൺ ഞാൻ ഓർഡർ ചെയ്ത് വരാനും താമസിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു സെൽഫ് ലോക്കിംഗ് ബട്ടൺ ആണ് എടുക്കുന്നത്. സെൽഫ് ലോക്കിംഗ് ബട്ടൺ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ സെൽഫ് ലോക്കിംഗ് ബട്ടൺ വേണം. പിന്നെ നേരത്തെ പറഞ്ഞാൽ ജമ്പർ വേറെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി വേണ്ടുള്ളത്. നമുക്ക് ഇതിന്റെ കണക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. അപ്പൊ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തിട്ടുണ്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ച് ഇതാണ്, ഏതാണ് നമ്മുടെ സെൽഫ് ലോക്കിംഗ് സ്വിച്ച് ബട്ടൺ ആണിത്. അപ്പം നമ്മൾ അതെടുത്ത് ഇതിനകത്ത് ആദ്യം കണക്ട് ചെയ്യുന്നു. നമ്മൾ ഓർഡിനോ അല്ല, നമ്മൾ ബ്രെഡ് ബോർഡിനകത്ത് ഞാൻ ആദ്യം അത് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. LED താഴെ പോയിട്ടുണ്ട്, ഇനി വർക്കാവുമെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്കിനി ഓർഡിനോ ബോർഡും കൂടെ എടുത്ത് അടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബട്ടണിലേക്കും ഈ ഒരു ബട്ടണിൻ്റെ ഈ ഒരു കാലുണ്ട്, ഈ ഒരു കാലിൽ നിന്ന് നമ്മളൊരു ഇതെടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുക്കണം. ഇതിനകത്ത് 12 എന്നുള്ളൊരു പിന്നിൽ, ആ 12 13 കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നമ്മൾ കോഡ് എഴുതുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കോഡ് എഴുതിയാൽ നമുക്കിപ്പോൾ ഇഷ്ടമുള്ളടത്ത് കൊടുക്കാം, എന്നിട്ട് അതിനനുസരിച്ച് കോഡ് എഴുതിയാൽ മതി. ഇനി ഞാൻ പിന്നെ ഇതിൻ്റെ ഇവിടെ ഈ കാലിൻ്റെ ബാക്ക് സൈഡിലെ ഈ കാലിൽ നിന്ന് ഞാനൊരു വയർ എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് 5 വാൾട്ടിലേക്ക് കൊടുക്കുന്നു. 5 വാൾട്ട് പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ LED ആണ്. നേരത്തെ വെച്ചാൽ യെല്ലോ LED ആണ്. അപ്പോൾ ഈ LEDയുടെ പോസിറ്റീവ് നെഗറ്റീവും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും പറഞ്ഞു തന്നെയായിരുന്നു, ഓർമ്മയാണോ എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ LED ഇതിനകത്ത് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുന്നു. LEDയുടെ പോസിറ്റീവ് എടുത്തിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നീളം കൂടിയ കാലെടുത്തിട്ട് ഇതിനകത്ത് 13 എന്ന് പറയുന്നു, നമ്മളെ ഓർഡിനോ ബോർഡിനകത്ത് 13 എന്ന് പറയുന്ന പിന്നിലേക്കും കൊടുക്കുന്നു. LEDയുടെ നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ ഓർഡിനോ ബോർഡിൻ്റെ ഇത് കൊള്ളാത്ത ജമ്പർ വയർ ഞാൻ നശിച്ചു പോയതാണ്. LED നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ ഓർഡിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്കും കൊടുക്കുന്നു. ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻ. ഇനി ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ LED കത്തണം. ബട്ടണിന് നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്ക് LED അണയണം. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എഴുതാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. നമ്മളിനി ഇതിൻ്റെ കോഡിംഗ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്ന ഓർഡിനോ ID നമ്മളന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ഒക്കെ കാണിച്ചാണ്. അപ്പോൾ ആ ID നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒരു ന്യൂ എടുത്തൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതാ ഇവിടെ ഒരു പുതിയ ഫയൽ വന്നിട്ടുണ്ട്. പഴയ നമുക്ക് വേണ്ട, അപ്പം പഴയത് അങ്ങ് കളയാം. പുതിയത് പോയെന്ന് തോന്നുന്നു. ഇല്ല, പുതിയ പോയിട്ടില്ല, പുതിയത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇപ്പം നമുക്ക് ആദ്യം ഈ സെറ്റപ്പിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ എഴുതാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് പുറത്തുനിന്ന് അതിനകത്ത് കണക്ട് ചെയ്ത് ഒരു LEDയും കണക്ട് ചെയ്തു, അതേപോലെ നമ്മളൊരു ബട്ടണും കണക്ട് ചെയ്തു. അപ്പോൾ LED കണക്ട് ചെയ്ത
പിൻ എത്രയാണ്? 13ാമത്തെ പിന്നല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇന്റിജർ ടൈപ്പിൽ ഒരു LED എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുക്കുന്നു, അതിനകത്ത് 13 എന്ന് കൊടുക്കുന്നു. ഇനി ബട്ടൺ കൊടുത്തത് നമ്മൾ 12-ലല്ലേ? ഞാൻ കൊടുത്തപ്പം പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ബട്ടന്റെ അവിടെ ഇൻഡ് ബട്ടൺ ഇസിക്കൽ ടു 12, ബട്ടന്റെ നമ്മൾ 12 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഒരു വേരിയബിളും കൂടെ വേണം, ബട്ടന്റെ സ്റ്റേറ്റ്. ബട്ടൺ ഓൺ ആണോ ഓഫ് ആണോ എന്ന് വെച്ചാൽ ബട്ടന്റെ സ്റ്റേറ്റ് അറിയാൻ വേണ്ടി. 1 ആണെങ്കിൽ ഓൺ, 0 ആണെങ്കിൽ ഓഫ്, ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളും കൂടെ നമ്മൾ എടുക്കുകയാണ്. ഇൻഡ് ബട്ടൺ സ്റ്റേറ്റ്, അതിന് നമുക്ക് ഇനിഷ്യലൈസും കൂടെ അങ്ങ് ചെയ്യാം. ബട്ടൺ സ്റ്റേറ്റ് ഇസിക്കൽ ടു 0 എന്ന് കൂടെ ഇനിഷ്യലൈസ് ചെയ്യാം. 0 ആയിട്ട് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാണ്. അപ്പം ബട്ടൺ സ്റ്റേറ്റ് 0 ആയിട്ട് എഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ലൂപ്പിനകത്താണ് ഒരു സെറ്റപ്പ് എന്ന് പറയുന്ന, ലൂപ്പല്ല, സെറ്റപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. അതിനകത്ത് നമ്മൾ ആ കഴിഞ്ഞതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തത്, നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രോഗ്രാമിലേക്ക് പിൻ മോഡ് വഴി പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് LED ഔട്ട്പുട്ട് അല്ലേ, LED നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാനല്ലേ. അപ്പൊ പിൻ മോഡിനകത്ത് LED ഔട്ട്പുട്ട് എന്ന് കൊടുക്കണം. പിൻ മോഡ് LED, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ LED, ഔട്ട്പുട്ട്. കാരണം LED ഔട്ട്പുട്ട് കാണിക്കാനുള്ളതുകൊണ്ട് LED ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഔട്ട്പുട്ടിന്റെ ഒക്കെ സ്പെല്ലിംഗ് തെറ്റാണ്, പിറ്റ് എന്നൊക്കെ അടിച്ചു. ഔട്ട്പുട്ട് LED ഔട്ട്പുട്ട് കൊടുത്തു. യു ഒക്കെ സ്മാൾ ലെറ്റർ വന്ന് വീണ്ടും LED ഔട്ട്പുട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് അതിനകത്ത് വരുന്നത്, ഏതാണ്? ബട്ടണും കൂടെ ഉണ്ട്. പക്ഷെ ബട്ടൺ നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയല്ലല്ലോ എടുക്കുന്നത്, ബട്ടൺ ഇൻപുട്ട് കൊടുക്കാനല്ലേ എടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇൻപുട്ടിന് വേണ്ടിയാണ് ബട്ടൺ കൊടുക്കുന്നത്. കാരണം ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻപുട്ട് ആയിട്ടാണ് എടുക്കുന്നത്, ഔട്ട്പുട്ട് ആയിട്ടല്ല. അപ്പം ബട്ടൺ എന്നുള്ള വേരിയബിൾ ഔട്ട്പുട്ടിൽ, ബട്ടൺ എന്നുള്ള വേരിയബിളും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതും ചെയ്തു. ഔട്ട്പുട്ട് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ. പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു. ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് സെറ്റപ്പ് ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനിയുള്ള ലൂപ്പിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലൂപ്പിനകത്താണ് വരുന്നത്, ഞാൻ പറഞ്ഞതാണ്. എന്നിട്ട് അപ്പം ലൂപ്പിനകത്ത് നമുക്ക് എഴുതണം. ആദ്യം നമുക്ക് ബട്ടൺ സ്റ്റേറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുള്ളൂ. ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ എന്തൊരു സ്റ്റേറ്റിലാണെന്ന് അറിയണ്ടേ, അതിനുവേണ്ടിയാണ് ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ കൊടുത്തേക്കുന്നത്. അതിപ്പോ എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ഡിജിറ്റൽ റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഡിജിറ്റൽ റൈറ്റ് എന്തരായിരുന്നു, ഔട്ട്പുട്ട് കാണിക്കാനായിരുന്നു. അതേപോലെ ഡിജിറ്റൽ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻപുട്ട് നമുക്ക് ഇത് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഡിജിറ്റൽ റീഡ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പം ഡിജിറ്റൽ റീഡ് എന്നുള്ള ഫംഗ്ഷനകത്ത് ഞാൻ ബട്ടൺ പാസ് ചെയ്ത് കൊടുക്കുന്നു. ബട്ടൺ ഓൺ ആണോ ഓഫ് ആണോ എന്നല്ലേ നമുക്ക് ചെക്ക് ചെയ്യേണ്ടുള്ളത്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്തു. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഇഫ് ചെയ്യണം. ഇഫ് എന്തിനാണ്? ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആണെങ്കിൽ എന്ന് വെച്ചാൽ ബട്ടൺ നമ്മൾ പ്രസ് ആണെങ്കിൽ LED ഹൈ ആവണം, അതായത് LED ഓൺ ആവണം. ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തില്ലെങ്കിൽ എന്തോ ചെയ്യണം? LED ലോ ആവണം. അതാണ് നമുക്ക് ചെയ്യേണ്ടുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇഫ് എഴുതുകയാണ്. ഇഫ് നമ്മൾ സിയുടെ പഠിച്ചാണ്. ഇഫ് എന്താണ്? ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അതിനകത്ത് ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സിയുടെ അതിനകത്തുള്ളതാണ്, അതും പോയി കണ്ടിട്ട് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ എളുപ്പം മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടുള്ളത്? ഇഫിനകത്ത് ബട്ടൺ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കണം. അപ്പം ബട്ടൺ ഇത്രയും ബട്ടൺ സ്റ്റേറ്റ്, ഇത്രയും വലിയ വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പിന്നെ മനസ്സിലാവാൻ വേണ്ടിയാണ് ബട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊക്കെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. അത് ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഈ ഓപ്പറേറ്റർ എന്തായിരുന്നു? രണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ഈക്വൽ ടു ഓപ്പറേറ്റർ, ഈക്വൽ കണ്ടീഷണൽ ഓപ്പറേറ്ററിനകത്ത് ഈക്വൽ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് രണ്ട് ഈക്വൽ ടു ചിഹ്നം നമ്മൾ ഇടുന്നത്. ഒരെണ്ണം ഇട്ടാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആവും, രണ്ടെണ്ണം ഇട്ടാൽ ഇത് ഏതാണ്? കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണോ? കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ല, റിലേഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ല, റിലേഷണൽ ഓപ്പറേറ്ററിനകത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞപ്പം തെറ്റിപ്പോയാണ്. റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അതിനകത്ത് ഈക്വൽ ടു എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്താണ് നോക്കേണ്ടത്? സി പറഞ്ഞ് ഇതാക്കി ബോറടിപ്പിക്കുന്നില്ല. ബട്ടൺ നമ്മൾ ഹൈ ആണോ നോക്കണം. അപ്പൊ ഹൈ ഒക്കെ കൊടുക്കേണ്ടുള്ള ഫുള്ള് ക്യാപിറ്റലായിരിക്കണം. ബട്ടണിന്റെ സ്റ്റേറ്റ് നമ്മൾ ഹൈ ആണോ നോക്കുമ്പോഴത്തേക്ക് ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആണെങ്കിൽ ഇഫിനകത്തെ കണ്ടീഷൻ നമ്മൾ എന്ത് കൊടുക്കണം? LED എന്ത് വേണം? LED ഹൈ ആവണം എന്ന് വെച്ചാൽ ബട്ടൺ പ്രസ് ആണ്. ബട്ടൺ പ്രസ് ആയതുകൊണ്ട് LED ബട്ടൺ പ്രസ് ആണെന്ന് വെച്ചാൽ ബട്ടൺ സ്റ്റേറ്റ് 1 ആണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ചെയ്യണം? LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കണം, അതായത് LED കത്തണം. അതിന് നമ്മൾ ഡിജിറ്റൽ റൈറ്റ്, ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഫംഗ്ഷനാണ് ഡിജിറ്റൽ റൈറ്റ്. നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ കണ്ടാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടുള്ള ഏതൊക്കെയാണ്? LED പാസ് ചെയ്ത് കൊടുക്കണം. കാരണം LED അതിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കേണ്ടുള്ളത്.
എന്നിട്ട് ഹൈ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ LED പാസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ LED എന്നല്ല പാസ് ചെയ്ത് കൊടുക്കുന്ന LED എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 13 എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതാണ് പാസ്സായി പോകുന്നത്. അപ്പൊ ആ പിന്നിനകത്തുള്ള ഔട്ട്പുട്ട് വർക്കാവാൻ വേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ അത് ചകഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് നോക്കാനുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുപാട് നോക്കണ്ട, കാരണം നമുക്ക് ഇപ്പം ബേസ് ആയിട്ടുള്ള കാര്യം പഠിച്ചാൽ മതി. ഇപ്പോഴത്തേക്ക് ഈ ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആണെങ്കിൽ LED വാല്യൂ LED ഹൈ ആവും, അതായത് LED കത്തും. ഇനിയിപ്പോ നമ്മൾ ഈ ഇഫിന്റെ എൽസ് എഴുതണം. എൽസ് സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് എഴുതേണ്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് എൽസിനകത്ത് എഴുതേണ്ടുള്ളത്? ബട്ടൺ സ്റ്റേറ്റ് ഹൈ ആണെങ്കിൽ LED ഹൈ ആവണം, ബട്ടൺ സ്റ്റേറ്റ് ലോ ആണെങ്കിൽ LED ലോ ആവണം. അതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടുള്ളത്? ഡിജിറ്റൽ റൈറ്റ്, അതിനകത്ത് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത് LED, ലോ എന്ന് പറയുന്നതാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. ലോ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ലോ എന്ന് പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സെമി കോളനും കൂടെ ഇട്ടു. ഇപ്പം പ്രോഗ്രാം ഒരുവിധം നല്ല പ്രോഗ്രാം ഫുള്ളായി. 2 ലൂപ്പുകളെല്ലാം കറക്റ്റ് ക്ലോസ് ചെയ്തു. അതേപോലെ കർലി ബ്രാക്കറ്റുകളെല്ലാം കറക്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. എൻ്റെ ബ്രാക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് നോക്കിയാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ആദ്യം റൺ ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യണം. അതിനകത്ത് കാണിച്ച പേര് തന്നെ ഞാൻ സേവ് ചെയ്തു, പിന്നെ വേറെ എഡിറ്റ് ചെയ്യാനൊന്നും നോക്കിയില്ല. പ്രോഗ്രാം റൺ ആവുന്നുണ്ട്. റണ്ണായിട്ട് എന്ത് എറർ വല്ലതും ഉണ്ടെങ്കിൽ എപ്പോൾ അറിയാൻ പറ്റും. കമ്പൈൽ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാം കമ്പൈൽ ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. കമ്പൈൽ ആവാൻ ഇച്ചിരി താമസമുണ്ട്, എന്താണോ എന്തോ നല്ല സ്ലോ. നോക്കാം, കമ്പൈൽ ആവട്ടെ. ഓക്കെ, പ്രോഗ്രാം റണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഡൺ കമ്പൈലിംഗ് ഞാൻ കാണിച്ചു തരാം. ഡൺ കമ്പൈലിംഗ് കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യാം, ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടുള്ളത്? അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഓർഡിനോ ബോർഡ് ആ USB കേബിൾ വഴി നമ്മളെ സിസ്റ്റത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിന് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് പവർ സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ കോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എന്റെ ഫോണിൽ നിന്നുള്ള പവർ സപ്ലൈ വെച്ച് കാണിച്ചു തരാം. സിസ്റ്റത്തിൽ നിന്നുള്ള എല്ലാ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ നിന്ന് പവർ എടുത്താണ് പിന്നെ വർക്ക് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കാണാം. അപ്പൊ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി നമുക്ക് വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ പോകും. അപ്പൊ നമ്മൾ കോഡെല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യാണ്. നേരത്തെ ആ കേബിളിനകത്ത് ഒരു OTG കേബിളും കൂടെ കൊടുത്തിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാണ്. ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്ത് നോക്കാം. നമുക്കിനി ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത കോഡ് ഇതാക്കി. ഇനി നമുക്ക് നോക്കാം ബട്ടൺ എന്താണ് നമ്മൾ പറയുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആവുകയും ബട്ടണിൽ നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്ക് ഓഫ് ആവുകയും വേണം. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം ഇത് മറ്റേ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് പുഷിങ് ബട്ടൺ അല്ലാത്തതുകൊണ്ട്, സെൽഫ് പുഷിങ്ങിനല്ല പുഷ് ബട്ടൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണും. നമ്മൾ കൈ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് ഓഫ് ആവുന്നത്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പുഷ് ബട്ടൺ ആയിരുന്നെങ്കിൽ കറക്റ്റ് നമ്മൾ ഞെക്കി കഴിഞ്ഞ് കൈ ഞെക്കുമ്പോഴത്തേക്ക് ഓൺ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും, ഞെക്കി കൈ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ആവുകയും ചെയ്യും. ഇപ്പം ഇതിപ്പോൾ ഞെക്കിക്കൊണ്ടിരുന്നാൽ ഫുൾ ഓണായി തന്നെ ഇരിക്കും, പക്ഷേ കൈ എടുക്കുമ്പോഴത്തേക്ക് ഓഫ് ആവും. കൈ എടുത്ത് ഇച്ചിരി ഒന്ന് കഴിഞ്ഞാൽ കൈ എടുത്തു കുറച്ചൊന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതാവുള്ളൂ. ഇപ്പോൾ ഇതായിരുന്നു നമ്മളിന്ന് ചെയ്യുന്ന പ്രോജക്റ്റ്. ഒരു ബട്ടൺ വെച്ചിട്ട് ഒരു LED കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത നമുക്ക് ഇനി വരുന്ന ഒരുപാട് പ്രോജക്റ്റിനകത്ത് നമുക്ക് ആവശ്യം വരുന്ന കാര്യമാണ് ഈ ബട്ടൻ്റെ. വലിയ പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഈ ബട്ടൻ്റെ മറ്റും കാര്യങ്ങൾ. അതേപോലെ നമുക്കിനി ഉടനെ തന്നെ 1-2 വീഡിയോയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറിൻ്റെ വീഡിയോ നമ്മൾ കൈ വയ്ക്കുമ്പോഴത്തേക്ക് അന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡ് സാനിറ്റൈസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ചെയ്യാം. ആ പ്രോജക്റ്റ് ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഓരോ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും ചെറുതായിട്ടുള്ള ഓരോ ഫംഗ്ഷനുകൾ. കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പഠിച്ചത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിജിറ്റൽ റീഡ് പഠിച്ചു. അതേപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇഫും സീല് പഠിച്ച ഇഫ് തന്നെ ഒന്നും കൂടെ നമ്മൾ നോക്കി. അപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഐ ആം സൈനിങ് ഔട്ട്. ബൈ.